എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. എപ്പോഴാണ് നമുക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും അലർജി ഉണ്ടാവുന്നത്. ഇതിന് മുമ്പ് നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് അലർജി ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ പെട്ടെന്നായിരിക്കും നമുക്ക് ആ ഒരു അലർജി സംഭവിക്കുന്നത്. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇതിന് മുമ്പ് കഴിച്ചിട്ടുള്ള ഫുഡ് എനിക്ക് ഒരിക്കലും അലർജി ഉണ്ടായിട്ടില്ലായിരുന്നു. തൈരാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തൈര് അലർജിക് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അതുപോലുള്ള ഓരോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇവനും അതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇവന് പെട്ടെന്ന് സിവിയറായിട്ടുള്ളൊരു അലർജിക് റിയാക്ഷൻ ഉണ്ടാവുകയാണ്. ഇവൻ്റെ ദേഹം മുഴുവനും ചുവന്ന് ശ്വാസം ഒന്നും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വരുന്നത്. അലർജിക് റിയാക്ഷൻ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും വരുന്നത്. ചിലവർക്ക് ഭയങ്കരമായിട്ട് സിവിയറായിരിക്കും, അവരുടെ ലൈഫ് തന്നെ ഡേഞ്ചർ ആവുന്ന ഒരു രീതിയിലായിരിക്കും. ചിലവർക്ക് സിമ്പിളായിട്ട് ചൊറിച്ചിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്കങ്ങനെ ചൊറിച്ചിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തനിയെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇവന് അലർജിക്ക് റിയാക്ഷൻ കുറയ്ക്കുന്ന ഒരു പെയിൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്താണ് അവന് കുറച്ചത്. താങ്ക് യു.